ലോഗോസ് ക്വിസ് 2024 പഠന ഭാഗമായ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 39. ചോദ്യം 1. എന്തു പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവർ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയും എന്നാണ് പറയുന്നത്? ഉത്തരം: അത്യുന്നതന്റെ നിയമങ്ങൾ. ചോദ്യം 2. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം: പ്രവചനങ്ങളിൽ. ചോദ്യം 3. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്കാണ് വിലമതിക്കുക? ഉത്തരം: വിശ്രുതരുടെ. ചോദ്യം 4. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് സൂക്ഷ്മമായി അപഗ്രഥിക്കുക? ഉത്തരം: ഉപമകളുടെ പൊരുൾ. ചോദ്യം 5. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിന്റെ ആന്തരാർത്ഥമാണ് തേടുന്നത്? ഉത്തരം: ആപ്തവാക്യങ്ങളുടെ. ചോദ്യം 6. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സ്വായത്തമാക്കുന്നത് എന്ത്? ഉത്തരം: ഉപമകളുടെ നിഗൂഢതകളെ. ചോദ്യം 7. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സേവിക്കുന്നത് ആരെ? ഉത്തരം: മഹാന്മാരെ. ചോദ്യം 8. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന് ആരുടെ മുന്നിലാണ് പ്രവേശനമുള്ളത്? ഉത്തരം: ഭരണാധിപന്മാരുടെ. ചോദ്യം 9. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സഞ്ചരിക്കുന്നതെവിടെ? ഉത്തരം: വിദേശ രാജ്യങ്ങളിൽ. ചോദ്യം 10. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ വേർതിരിച്ചറിയുന്നതെന്ത്? ഉത്തരം: മനുഷ്യരുടെ നന്മ തിന്മകൾ. ചോദ്യം 11. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് എന്തിന്? ഉത്തരം: സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ. ചോദ്യം 12. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് ആരുടെ മുൻപിൽ? ഉത്തരം: അത്യുന്നതന്റെ. ചോദ്യം 13. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ യാചിക്കുന്നത് എന്തിന്? ഉത്തരം: പാപമോചനത്തിനായി. ചോദ്യം 14. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ നിറയുന്നതെന്ത്? ഉത്തരം: ജ്ഞാനത്തിന്റെ ചൈതന്യം. ചോദ്യം 15. എപ്രകാരമാണ് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ നന്ദി പറയുക? ഉത്തരം: വിജ്ഞാന വചസ്സുകൾ പൊഴിച്ച് പ്രാർത്ഥനാപൂർവം. ചോദ്യം 16. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ എന്തെല്ലാമാണ് നേരായ മാർഗത്തിലേക്ക് തിരിയുക? ഉത്തരം: ചിന്തയും അറിവും. ചോദ്യം 17. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിനെക്കുറിച്ചെല്ലാമാണ് ധ്യാനിക്കുക? ഉത്തരം: അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച്. ചോദ്യം 18. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിലൂടെയാണ് അറിവ് പ്രകടമാക്കുക? ഉത്തരം: പ്രബോധനങ്ങളിലൂടെ. ചോദ്യം 19. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അഭിമാനം കൊള്ളുന്നത് എന്തിൽ? ഉത്തരം: കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. ചോദ്യം 20. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തുന്നത് ആര്? ഉത്തരം: അനേകർ. ചോദ്യം 21. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ ജ്ഞാനത്തിന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: മാഞ്ഞു പോവുകയില്ല. ചോദ്യം 22. അപ്രത്യക്ഷമാവുകയില്ലാത്തത് എന്ത്? ഉത്തരം: അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ സ്മരണ. ചോദ്യം 23. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ നാമം ജീവിക്കുന്നത് എന്തിലൂടെ? ഉത്തരം: തലമുറകളിലൂടെ. ചോദ്യം 24. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആര്? ഉത്തരം: ജനതകൾ. ചോദ്യം 25. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ സ്തുതി ഉദ്ഘോഷിക്കുന്നത് ആര്? ഉത്തരം: സമൂഹം. ചോദ്യം 26. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ജീവിച്ചിരുന്നാൽ ആരെക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമമാണ് അവശേഷിപ്പിക്കുക? ഉത്തരം: ആയിരങ്ങളുടേതിനേക്കാൾ. ചോദ്യം 27. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ നാമം നിലനിൽക്കുന്നത് എപ്പോൾ? ഉത്തരം: അവൻ മരണമടഞ്ഞാലും. ചോദ്യം 28.
എനിക്ക് ഇനിയും പറയാനുണ്ട് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെക്കുറിച്ച്? ഉത്തരം സുചിന്തിതമായ കാര്യങ്ങൾ. ചോദ്യം 29. ആരെ പോലെ താൻ പൂരിതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ. ചോദ്യം 30. വിശ്വസ്തന്മാരായ പുത്രന്മാരെ തന്റെ വാക്ക് കേട്ട് ആരെ പോലെ മുട്ടിടുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. ചോദ്യം 31. എന്തുപോലെ സൗരഭ്യം പരത്തുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കുന്തുരുക്കം പോലെ. ചോദ്യം 32. എന്തുപോലെ പൂവണിയുകയും ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ലില്ലി പോലെ. ചോദ്യം 33. എന്ത് ആലപിക്കുകയും ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്തുതിഗീതം. ചോദ്യം 34. എന്ത് നിമിത്തം കർത്താവിനെ വാഴ്ത്തുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം കർത്താവിന്റെ എല്ലാ പ്രവർത്തികളും നിമിത്തം. ചോദ്യം 35. എപ്രകാരം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. ചോദ്യം 36. എല്ലാം ആരുടെ പ്രവൃത്തിയാണെന്നാണ് നിങ്ങൾ പറയണമെന്നാണ് യേശു പറയുന്നത്? പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവിന്റെ. ചോദ്യം 37. കർത്താവിന്റെ പ്രവർത്തികൾ എപ്രകാരമുള്ളതാണ്? ഉത്തരം അത്യുത്തമമാണ്. ചോദ്യം 38. എന്തെല്ലാമാണ് അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുക? ഉത്തരം അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും. ചോദ്യം 39. ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ലാത്തത് എന്ത്? ഉത്തരം ഇതെന്ത് എന്തുകൊണ്ട്. ചോദ്യം 40. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ കുന്നുകൂടിയത് എന്ത്? ഉത്തരം ജലം. ചോദ്യം 41. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതെന്ത്? ഉത്തരം ജലാശയങ്ങൾ. ചോദ്യം 42. അവിടുത്തെ ഇഷ്ടം നിറവേറുന്നത് എപ്പോൾ? ഉത്തരം അവിടുന്ന് കൽപ്പിക്കുമ്പോൾ. ചോദ്യം 43. ആർക്കും പരിമിതമാക്കാൻ സാധിക്കുകയില്ലാത്തതെന്ത്? ഉത്തരം അവിടുത്തെ രക്ഷാകര ശക്തിയെ. ചോദ്യം 44. അവിടുന്ന് കാണുന്നത് എന്ത്? ഉത്തരം മർത്യന്റെ പ്രവർത്തികൾ. ചോദ്യം 45. ഒന്നും മറഞ്ഞിരിക്കുകയില്ലാത്തത് എന്തിൽ നിന്ന്? ഉത്തരം അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന്. ചോദ്യം 47. എന്തു മുതൽ എന്തുവരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു? ഉത്തരം അനാദി മുതൽ അനന്തത വരെ. ചോദ്യം 47. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം നിശ്ചിത ഉപയോഗത്തിനു വേണ്ടി. 48. അവിടുത്തെ അനുഗ്രഹം ആവരണം ചെയ്തിരിക്കുന്നത് എന്തിനെ? ഉത്തരം വരണ്ട ഭൂമിയെ. ചോദ്യം 49. എന്തുപോലെയാണ് അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നത്? ഉത്തരം നദി എന്ന പോലെ. ചോദ്യം 50. അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ എന്തുപോലെയാണ് കുതിർക്കുന്നത്? ഉത്തരം വെള്ളപ്പൊക്കം പോലെ. ചോദ്യം 51. എന്തുപോലെയാണ് ജനതകൾ അവിടുത്തെ കോപത്തിനിരയാക്കുക? ഉത്തരം അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. ചോദ്യം 52. ആർക്കാണ് കർത്താവിന്റെ മാർഗം ഋജുവായിട്ടുള്ളത്? ഉത്തരം വിശുദ്ധർക്ക്. ചോദ്യം 53. കർത്താവിന്റെ മാർഗം ദുഷ്ടന്മാർക്ക് എപ്രകാരമുള്ളതാണ്? ഉത്തരം പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്. ചോദ്യം 54. തിന്മ ആർക്ക് വേണ്ടിയാണ് ആദ്യം മുതൽ സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം ദുഷ്ടർക്ക്. ചോദ്യം 55. നന്മ ആർക്ക് വേണ്ടിയാണ് ആദ്യം മുതൽ സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം ശിഷ്ടർക്ക്. ചോദ്യം 56. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം. ചോദ്യം 57. ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നന്മയായി പരിണമിക്കുന്നത് ആർക്ക്? ഉത്തരം ദൈവഭക്തർക്ക്. ചോദ്യം 58. ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ തിന്മയായി പരിണമിക്കുന്നത് ആർക്ക്? ഉത്തരം ദുഷ്ടർക്ക്. ചോദ്യം 59. എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ഉണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പ്രതികാരത്തിനായി. ചോദ്യം 60. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ആഞ്ഞടിക്കുന്നത് എന്തിനാൽ? ഉത്തരം കോപ ആവേശത്താൽ.
ചോദ്യം 61. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ശക്തി മുഴുവൻ ചൊരിയുന്നത് എപ്പോൾ? ഉത്തരം സംഹാര മുഹൂർത്തത്തിൽ. ചോദ്യം 62. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് ശമിപ്പിക്കുന്നത് എന്ത്? ഉത്തരം സ്രഷ്ടാവിന്റെ കോപം. ചോദ്യം 63. കാറ്റിന് പുറമെ പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? ഉത്തരം അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും. ചോദ്യം 64. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട ജന്തുക്കൾ എന്തെല്ലാം? ഉത്തരം ഹിംസ്ര ജന്തുക്കളുടെ ദ്രംഷ്ടങ്ങളും തേളുകളും അണലികളും. ചോദ്യം 65. ആരെ നശിപ്പിക്കാനുള്ള വാളാണ് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം ദൈവഭയമില്ലാത്തവനെ. ചോദ്യം 66. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ ആഹ്ലാദിക്കുന്നത് എന്തിൽ? ഉത്തരം അവിടുത്തെ കൽപ്പനയിൽ. ചോദ്യം 67. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ ഒരുങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടി? ഉത്തരം കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി. ചോദ്യം 68. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ലാത്തത് എപ്പോൾ? ഉത്തരം സമയം വരുമ്പോൾ. ചോദ്യം 69. ഇതേപറ്റിയെല്ലാം പ്രഭാഷകൻ ചിന്തിച്ച് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഉത്തരം ആദ്യം മുതൽ തന്നെ ഇത് ബോധ്യപ്പെടുകയാൽ. ചോദ്യം 70. ഒന്നും മറ്റൊന്നിനേക്കാൾ എന്താണെന്ന് പറയാനാവില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം മോശമാണെന്ന്. ചോദ്യം 71. ഓരോന്നും യഥാകാലം തെളിയുന്നത് എപ്രകാരം? ഉത്തരം നന്മയായി. ചോദ്യം 72. അതിനാൽ എന്താലപിച്ച് കർത്താവിനെ വാഴ്ത്തുവിനെന്നാണ് പറയുന്നത്? ഉത്തരം ഗീതം. ചോദ്യം 73. അതിനാൽ എപ്രകാരം ഗീതം ആലപിച്ച് കർത്താവിനെ വാഴ്ത്തുവിനെന്നാണ് പറയുന്നത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: എല്ലാം വെളിവാകുന്നത് എപ്പോൾ? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.